ഫോർട്ട് സ്റ്റേഷനിൽ നഗരസഭാ സെക്രട്ടറി ഫോർവേഡ് ചെയ്ത കേസായിരുന്നു. പക്ഷെ നഗരസഭയിൽ ചെന്നപ്പോഴത്തേക്ക് ഫോർട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് അവിടെ എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവരൊരു പേപ്പർ തന്നിട്ട് ഇതെല്ലാം സോൾവ് ആയിട്ടുണ്ട്, രണ്ടുപേരും ഒരേ സംഘടനയാണ്. SI പക്ഷേ എൻ്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു CA കയറിയത്. ഈ CPM നേതാവ് അമൃതരാജിനെതിരെ ഗുരുതര ആരോപണം താങ്കൾ നടത്തിയിട്ടുണ്ട്, ഒരു പീഡന പരാതി. എന്താണ് സംഭവിച്ചെന്ന് പറയാമോ? എന്നാണിത്? 20/9/2023 ഈ സംഭവം നടന്നത്. ഞാൻ അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ്. എവിടത്തെയാണ്? കല്ലടിമുഖം സാക്ഷാത്കാരത്തിൽ ശുചീകരണ തൊഴിലാളിയാണ്. മണക്കാട് സർക്കിളിന്റെ പരിധിയാണ്. അവിടുത്തെ അന്തേവാസികൾ കിടക്കുന്ന റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടി സമയത്തായിരുന്നു ഈ ജീവനക്കാരൻ എൻ്റെ റൂമിൽ കയറി വന്നത്. അയാളോട് ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറഞ്ഞു. പക്ഷെ അയാളത് കേട്ടില്ല. പിന്നെ ഇതിനിടയിൽ സ്കൂളിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ആ ഫോൺ തിരിഞ്ഞിങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണിൽ സംസാരിച്ചിട്ട് തിരികെ ഞാൻ വൈപ്പറെടുത്ത് ഇതുപോലെ അവിടുത്തെ ലോഷൻ, അതായത് ഇവിടെ വൃത്തിഹീനമായിട്ട് കിടക്കുകയായിരുന്നു. ആ ലോഷൻ വഴിക്കാനായിട്ട് വൈപ്പറെടുത്ത് ഇങ്ങനെ വഴിക്കാനായിട്ട് ഇങ്ങനെ പോയതും ഇയാൾ പുറകിൽ കൂടി വന്ന് എന്നെ ഇങ്ങനെ ബലമായിട്ട് എൻ്റെ വലത് സൈഡിൽ നന്നായിട്ട് എന്നെ മുറുകെ പിടിച്ച് എന്നെ ആക്രമിക്കുകയായിരുന്നു. ഞാൻ അവിടെ കിടന്ന് ഉറക്കം നിലവിളിച്ച് അവിടെ നിന്ന് ആ സെക്യൂരിറ്റി പുറത്തോട്ട് ഇറങ്ങി വന്നു. ആ വിളി കേട്ടാണ് വന്നത്. വന്നതിന് ശേഷം ഇയാൾ ഇറങ്ങി ഓടിയത് ചറുക്കി വീണ് അവിടെ നിന്ന് എണീറ്റ് ഓടി. പക്ഷെ അതൊക്കെ അവിടുത്തെ ക്യാമറയിൽ കൃത്യമായിട്ടെല്ലാം കാണാം. പിന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഭർത്താവിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അമൃതരാജ് ഈ രീതിയിൽ എന്നോട് പെരുമാറിയ രീതികളെല്ലാം അതേപോലെ ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, അപ്പോഴത്തെ ചാർജ് ഓഫീസർ വരുമ്പോൾ നീ ഒന്ന് സംസാരിക്കും, ഇതെന്താണെന്ന് എടുത്ത് തീരുമാനം എന്ന് പറയാൻ പറഞ്ഞു. ചാർജ് ഓഫീസറിനടുത്ത് ഞാൻ ഇതേ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ചാർജ് ഓഫീസർ പറയുന്നത്, നിങ്ങളൊക്കെ പിന്നെ ഒരേ ജീവനക്കാരല്ലേ, ഞാൻ എന്തോന്ന് പറയാം, ഇയാളൊരു കാര്യം ചെയ്യും, റിട്ടേൺ ആയിട്ട് എനിക്കൊരു കംപ്ലയിൻറ്റ് തന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാറുള്ളത്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവർ ആ കംപ്ലയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ നഗരസഭയുടെ പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സിൻ്റെ CITയുടെ സംഘടന, നമുക്കൊരു സംഘടനയുണ്ട്, 13,000 ശുചീകരണ തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട്. ഈ സംഘടനയിലെ നമ്മുടെ കണ്ണമുല്ല വിജയ സഖാവ് എന്ന് പറയും, ആ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ പരാതി കൊണ്ട് കൊടുക്കുകയും ഇവർ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെയാണ് നേരിട്ട് ചെന്ന് ഈ പരാതി കൊണ്ട് കൊടുക്കുകയും, പക്ഷേ ഈ സഖാവ് എന്തായിരുന്നാലും എൻ്റെ പരാതി സ്വീകരിച്ചില്ല. അദ്ദേഹം ധൃതിയിൽ ഇങ്ങനെ ഓടി വന്ന് കയറി ഞാനും എൻ്റെ ചേട്ടനും മണിക്കൂറുകളോളം ആ യൂണിയൻ ഓഫീസിൽ കാത്തു നിന്ന് ഈ പരാതി അയാളുടെ കയ്യിൽ കൊടുത്തപ്പം ഇയാൾ ആ കൈ കൊണ്ട് ഇങ്ങനെ പരാതി വാങ്ങിച്ച് പുറകിൽ നിന്ന് ഒരു മഹിളയുടെ ഒരു നേതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാൻ. പിന്നെ എനിക്ക് CITൻ്റെ നമ്മുടെ സെക്രട്ടറിക്ക് നേരിട്ട് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അയാൾ വെറും കേരളസ് പോലെ എൻ്റെ പ്രതിനിധിനെ കാണിച്ചത്. പക്ഷെ അവിടെ നിന്ന് വേറൊരു വ്യക്തി ഈ പരാതി എന്താണെന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ ആ പുള്ളിക്കാരി പറഞ്ഞു, സാറ് എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ സംഘടനയിലെ സാറ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ ഒരു പരാതി തരുമ്പോൾ ആ പരാതി എന്താണ് എന്ന് നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ സാറിന് കാണിച്ചൂടെ എന്ന് അവിടെ നിന്ന് ആ യൂണിയൻ ഓഫീസിൽ നിന്ന് ഒരു വനിത ചോദിച്ചു. അപ്പോഴാണ് അയാൾ എടുത്തപോലെ പറയണം, എനിക്ക് കല്യാണത്തിന് പോകാൻ നേരമായി, കല്യാണത്തിന് പോകണം, പെട്ടെന്ന് ഇറങ്ങി വാങ്ങും എന്ന് പറഞ്ഞിട്ട് ആ പരാതി മൂത്തുപോലും നോക്കി. അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് ഞാൻ നഗരസഭ മേയർ സെക്രട്ടറിക്ക് ഇതേ പരാതി ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ കിടന്ന് വിളിക്കുകയുണ്ടായി, പരാതി പിൻവലിക്കണമെന്ന്. ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. ഫോർട്ട് സ്റ്റേഷനിൽ നഗരസഭാ സെക്രട്ടറി ഫോർവേഡ് ചെയ്ത കേസായിരുന്നു. പക്ഷെ നഗരസഭയിൽ ചെന്നപ്പോഴത്തേക്ക് ഫോർട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് അവിടെ എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവരൊരു പേപ്പർ തന്നിട്ട് ഇതെല്ലാം സോൾവ് ആയിട്ടുണ്ട്, രണ്ടുപേരും ഒരേ സംഘടനയാണ്. SI പക്ഷേ എൻ്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു CA കയറിയത്. CA കയറി വന്നിട്ട് പറഞ്ഞു, അത് രണ്ടും ഒരേ സംഘടനയാണ് കേട്ടോ, ഞാൻ പറയാം, കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ CA SIയെ വിളിച്ചുകൊണ്ട് വേറെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അന്നേരം എന്നെ അടുത്ത റൂമിൽ വിളിച്ചിട്ട് അവിടെ ഇരുന്ന ഒരു രജിസ്റ്റേർഡ് ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ടിട്ട് ഞാനിങ്ങ് വന്നു. കിട്ടേണ്ടത് കിട്ടിയല്ലോ. പക്ഷെ കിട്ടിയത് ഇവൻ എഴുതി തന്ന ആ മാപ്പാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ ഇപ്പോഴും നഗരസഭയിലൊരു സംസാരം, അതായത് പൈസ തന്നു, എനിക്ക് കാശ് തന്ന് ഇത് ഒത്തുതീർപ്പാക്കി, പിന്നെ എന്തിനാണ് വീണ്ടും കേസിന് നടക്കുന്നത്? ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഈ അമൃതരാജിന് ജോലി വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയല്ലേ? 6 മാസം സസ്പെൻഷൻ ആയിരുന്നു പുള്ളിക്കാരന്. അത് കഴിഞ്ഞിട്ട് അതേ മണക്കാട് സർക്കിളിൽ തന്നെ. പക്ഷേ ഉത്തരവ് വന്നിരുന്നത് അയാൾക്ക് വിഴിഞ്ഞ സോണലിലായിരുന്നു. അതേ മന്ത്രിതലം വരെ പിടിതരമുള്ള ആളാണ്. കാരണം ഈ CITൻ്റെ ജില്ലാ സെക്രട്ടറി കണ്ണമുല്ല വിജയ സഖാവ് അമൃതരാജ് പറയണതിന് അപ്പുറമില്ല. ഇയാൾ എന്താണോ പറയുന്നത് അതാണ് അയാൾക്ക്. എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പരാതി കൊടുത്തപ്പോൾ മഹിളാ കമ്മിറ്റി വിളിച്ചു കൂട്ടി.
അന്നേരം സംസാരിച്ചതും ഇയാൾ ഇതേ രീതിയിലാണ്. അതായത് കൊറോണ ഡ്യൂട്ടി ഞങ്ങളവിടെ വെച്ചിരുന്നു. 10 ഡേയും 10 നൈറ്റുമാണ്. അത് അവിടുത്തെ റിപ്പോർട്ടിലെല്ലാം അറിയാമെന്നുള്ളതാണ്. 10 ഡേയും 10 നൈറ്റ് എൻ്റെ ചേട്ടന് സുഖമില്ല, അമ്മയ്ക്ക് ഡയാലിസാണ്. ഇതേ രീതിയിൽ ഞാൻ ഒരു ദിവസം നമ്മുടെ തന്നെ CIT-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് പോയി ഞാൻ കാലി പിടിക്കുമ്പോൾ അയാൾക്ക് പറയുന്നത്, സാറേ 10 ഡേയും 10 നൈറ്റ് ഒരേ കണക്കിന് നിൽക്കണമെന്ന് വെച്ചാൽ ഒരു 2 നൈറ്റെങ്കിലും തന്നുകൊണ്ടേയിരുന്നു. അത് ഇയാൾക്ക് ട്രാൻസ്ഫറായി വേറെ എവിടെയെങ്കിലും പോയി അയാൾ പോയി നിൽക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അതേ അയാളുടെ നാവ് കൊണ്ട് വനിതാ കമ്മിറ്റിയിൽ ഇത്രയും വനിതകളിരിക്കും അയാൾ പറയുകയാണ്, ഇതേ പറയുന്ന അമൃതരാജാണ് എന്നെ കൊണ്ടുപോവുകയും പിന്നെ കൊറോണ ഡ്യൂട്ടിയിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുവിട്ടത്. എന്നെ ഒരുപാട് നാണം കെടുക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ നാണം കെടുക്കണമെന്ന്. പക്ഷെ അവിടെ റിപ്പോർട്ടുണ്ട് ഇതേ കൊറോണ, അതായത് ഞങ്ങൾ 10 പേര് പുറത്ത്, ഞങ്ങൾ 5 ജീവനക്കാർ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഇതേ 5 പേര് ജനറൽ ഹോസ്പിറ്റലിൽ പോയി കൊറോണ ടെസ്റ്റ് ചെയ്ത് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് എന്നുള്ള ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജ് ഓഫീസർ ഞങ്ങളെ കയറ്റുള്ളൂ. അന്നേരം എൻ്റെ കൂടെ 10 ഡേ നൈറ്റ് കിടന്നത് ഇന്ന് കരിക്കാതെ സോണിൽ നിൽക്കുന്ന ആ പയ്യനാണ്, അരുൺകുമാർ എന്ന് പറയും. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയാൻ ഗോപി എന്ന് പറയുന്ന അയാളാണ്. അതുപോലെ പിന്നെ കെയർടേക്കറിലെ പെണ്ണുങ്ങളിൽ വേറെ 2 ലേഡിയാണ് നിന്നത്. പിന്നെ ഇയാളായിരുന്നു. പിന്നെ എന്തിനാണ് ഈ നഗരസഭയിൽ ഈ ജീവനക്കാരൻ അയാൾ എന്നെ ഇങ്ങനെ ഓരോ അർത്ഥത്തിലും ഖേദോപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇയാളെ ഇന്നും നമ്മുടെ CIT-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അയാളെ കമ്മിറ്റിയിൽ എടുക്കണോ. ഈ സംഭവം നടത്തുമ്പോൾ അമൃതരാജും താങ്കളും CPM പാർട്ടിയിലല്ലായിരുന്നോ? അതെ, ഞാനും എന്റെ കുടുംബവും ഒക്കെ ഇതേ പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ലെവലിൽ പോകാതെ പാർട്ടിപരമായിട്ട് ഇവർക്കൊക്കെ കത്ത്. കാരണം ഞങ്ങളുടെ ഈ സംഭവം നടന്ന സമയത്ത് ചാർജ് ഓഫീസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ചാർജ് ഓഫീസർ പറയുകയാണ്, നിങ്ങളുടെ ഒരേ സംഘടനയല്ലേ, അപ്പൊ സംഘടനയിലേക്ക് സംസാരിച്ച് തീർന്നില്ല. അങ്ങനെ ഞാനാണ് കൊണ്ടുവന്ന് പരാതി കൊടുത്തത്. ഇപ്പോൾ പാർട്ടിയിലുണ്ട് താങ്കൾ? ഞാൻ അതേ പാർട്ടി തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടിയുടെ സംരക്ഷണമില്ല? സംരക്ഷണം എനിക്കില്ല, എനിക്ക് കിട്ടിയില്ല. കാരണം നമ്മുടെ ജില്ലാ സെക്രട്ടറി ജോയ് സഖാവിന് വരെയും ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി എന്താണ് പറഞ്ഞത്? ഇതേ പരാതി കൊടുത്തിട്ടുണ്ട്. നഗരസഭ സെക്രട്ടറി ജോയ് എന്താണ് പറഞ്ഞത്? ജോയ് സഖാവിന് ഞാൻ കയ്യിൽ അന്ന് പരാതി കൊടുത്തപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു പോയ സഖാവാണ്. ഇന്ന് വരയ്ക്ക് നോക്കിയിട്ടില്ല. അതായത് ഇതേ കണ്ണമൂല വിജയൻ സഖാവ് പിന്നെ പ്രഷർ ചെലുത്തി ജില്ലാ സെക്രട്ടറിയെ വരെ അറിയിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് അതെല്ലാം തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ വാർത്ത താങ്കൾക്ക് ഈ അതിജീവിത വാർത്ത പുറത്തു വന്നപ്പോൾ പല മാധ്യമങ്ങളും ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമങ്ങളെല്ലാം ഫോട്ടോ സ്റ്റേഷനിൽ ഇതിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചിരുന്നു. നിങ്ങൾ ഉൾപ്പെടെ വിളിച്ചപ്പോഴും അവിടുത്തെ ഫോട്ടോ സ്റ്റേഷൻ കിട്ടി നമുക്കിട്ട് മറുപടി വെച്ചാൽ ആ കേസ് ഒത്തുതീർപ്പായി, അതിജീവിതയ്ക്ക് നിയമസഹായം വേണ്ടെന്നും അതിജീവിത പറഞ്ഞ് കേസ് ഒത്തുതീർപ്പാക്കാൻ പറയും. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? അത് ഇതേ കമ്മിറ്റി വിളിച്ച സമയത്ത് ഇതുപോലെ ഒരു സംസാരം CIT-ന്റെ ജില്ലാ സെക്രട്ടറി കണ്ണമൂല വിജയ സഖാവ് ഇതുപോലെ പറഞ്ഞു. അതായത് അവന്റെ അമൃതരാജിന്റെ ഒരു രോമത്തിൽ തൊടൂല, നിയമവശം തേടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയും അവനൊരു കുടുംബമുള്ളതിനും മാനസിക പരിഗണന കൊടുക്കണമെന്ന് ഇങ്ങനെയൊക്കെ ഇയാൾ വാദോരാതെ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങനെ തന്നെ നേരെ വന്ന് നമ്മുടെ അഡ്വക്കേറ്റിനെ കണ്ടു, സുരേഷ് പഴയക. സാറിനെ വന്ന് കണ്ടിട്ട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. സാർ ഇങ്ങനെയൊരു കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, പക്ഷെ എനിക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ സാർ, എനിക്കൊരു എന്തെങ്കിലും ഇതിനൊരു പോം വഴി പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറ് എല്ലാം എനിക്ക് എഴുതി തന്നു, വിവരാവകാശത്തിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫോർട്ട് സ്റ്റേഷനിൽ കൊടുത്ത ആ റിപ്പോർട്ട് എനിക്ക് കിട്ടി. കാരണം ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നിയമവശം ഞാൻ പോവില്ല എന്ന്. ആ ഹാൻഡ് റൈറ്റിംഗ് എന്റേതാണ്. അത് ഏത് ചാനലുകാർക്ക് വേണോ, എവിടെ വേണോ, ഏത് പോലീസുകാർക്കോ അത് അന്വേഷിക്കാം. അങ്ങനെ ഒരു പകർപ്പ് അവിടെ ഞാൻ എന്റെ കൈപ്പടയിൽ ഞാൻ എഴുതി കൊടുക്കും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം ഇവൻ ഈ തെണ്ടിത്തരം കാണിച്ച് എന്റെ അടുത്താണ്, അത് അനുഭവിച്ചതും ഞാനാണ്. ഈ പറയുന്ന വ്യക്തികൾ ആരുമല്ല. അതായത് ഈ ഇതേ സംഘടനയിലെ ഈ കണ്ണമൂല വിജയൻ എന്ന് പറയുന്ന അയാള് എന്റെ കയ്യിൽ നിന്ന് ആ ഒരു പരാതി പോലും വാങ്ങിച്ചിട്ടില്ല. എന്റെ ഇങ്ങനെ വാങ്ങിച്ച് കൊടുത്തതല്ലാതെ അയാളൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇന്നും ഈ സെക്കൻഡില് അവനെ മാത്രം സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരിന്ന് മാത്രമല്ല, നമ്മുടെ യൂണിയൻ ഇപ്പൊ കുറച്ച് സംഘടന എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയുന്നതിന് അപ്പുറം ഈ സംഘടനയും ഇല്ല. ആ രീതിയിലാണ് സംഘടന ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ സർക്കാരിൽ നിന്നും ഞാൻ നീതി പ്രതീക്ഷിക്കുന്നു എന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു നീതി എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതേ സർക്കാരിൽ നിന്നും നീതി കിട്ടേണ്ട സമയം എനിക്ക് കഴിഞ്ഞു. ആ നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ കേസിന് പോയത്. എന്നിട്ടും ഇതേ എന്റെ ജീവനക്കാർ എന്റെ അടുത്ത് എന്നെ, അതായത് ശരിക്കും എന്നെ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ കേസിന് പോവേണമെങ്കിൽ അനുഭവിക്കൂ. അത് ഏത് രീതിയിൽ അനുഭവിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ യൂണിയനിലുള്ള ഓരോ വ്യക്തികളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.